വേർഡ് ഓഫ് ഗോഡ് ടുഡേ 3-ാം മണിക്കൂർ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഫറവോ ജനത്തെ വിട്ടയച്ചപ്പോൾ ഫിലിസ്ത്യരുടെ പ്രദേശത്തോടു കൂടിയുള്ള വഴിയായിരുന്നു എളുപ്പമെങ്കിലും അതിലെ അല്ല ദൈവം അവരെ നയിച്ചത്. കാരണം യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് മനസ്സുമാറി ജനം ഈജിപ്തിലേക്ക് മടങ്ങിയേക്കുമോ എന്ന് അവിടുന്ന് വിചാരിച്ചു. ദൈവം തൻ്റെ ജനത്തെ മരുഭൂമിയുള്ള വഴിയിലേക്ക് തിരിച്ചുവിട്ടു, ചെങ്കടലിന് നേരെ നയിച്ചു. പ്രിയമുള്ളവരെ, ഫിലിസ്ത്യരുടെ ദേശത്തോടുകൂടി എളുപ്പം കാനാൻ ദേശത്ത് എത്താം എന്നിരിക്കെ ദൈവം അവരെ വളരെ ദുർഘടമായ വഴിയിലൂടെ തിരിച്ചുവിടുകയാണ്. മരുഭൂമിയിലൂടെ തിരിച്ചുവിടുന്നു. തന്നെയുമല്ല, അതിനപ്പുറം ചെങ്കടലുണ്ട്. അത് കടക്കുക അതിനേക്കായി ദുഷ്കരമാണെന്ന് ദൈവത്തിനറിയാം. പക്ഷേ അവരെ അതിലെ തിരിച്ചുവിടുന്ന ദൈവത്തിന് പ്രത്യേകമായ ഒരു ലക്ഷ്യമുണ്ട്. ഒന്ന്, പഴയ അവസ്ഥയിലേക്ക് ഇവൻ തിരിച്ചു പോകാതിരിക്കണം. എത്രയോ കഷ്ടപ്പെട്ട് ആണ് അവരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചത് എന്ന് കൃത്യമാണ്. എന്നാൽ യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്ന ഭയം, പ്രതികൂലങ്ങൾ ഉണ്ടെന്നുള്ള ഭയം അവരെ കീഴടക്കിയിട്ട് അതിലും നല്ലത് പഴയ അടിമത്തമാണെന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അവരെ മറ്റു വഴിയെ പറഞ്ഞു വിടുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമുക്കിവിടെ കാണാം. പ്രിയമുള്ളവരെ, ഇതിനോടൊപ്പം നമ്മൾ ചിന്തിക്കുമ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പാപം വിട്ടുപേക്ഷിച്ച് കഴിഞ്ഞ് വീണ്ടും പഴയ സാഹചര്യത്തിൻ്റെ വഴികളിലൂടെ പോയാൽ അപകട സാധ്യതയുണ്ട്, നമ്മൾ വീണുപോകും. അതുകൊണ്ട് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കുമ്പസാരിച്ച് മോചനം നേടിയെങ്കിൽ പോലും വീണ്ടും മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും മദ്യപിക്കുന്നവരുടെ ഇടയിലോട്ടോ ഷാപ്പിന്റെ പരിസരത്തോട്ടോ ഇവൻ യാത്ര തിരിച്ചാൽ അവൻ വീണുപോകും. അതുപോലെ ഏത് തിന്മയും പഴയ സാഹചര്യങ്ങളിലേക്ക് വീണ്ടും പോയാൽ ആ പാപത്തിൽ വീഴാനുള്ള സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നമുക്കിവിടെ നൽകുകയാണ്. അതുകൊണ്ട് ഇച്ചിരി ദുർഘടമെങ്കിലും ആ വഴിയിൽ നിന്ന് ഒഴിഞ്ഞ് പോകേണ്ടത് നമ്മുടെ ജീവിത വിശുദ്ധിക്ക് ആവശ്യമാണ്. അത് ത്യാഗത്തിന്റെ വഴിയാകാം, കഷ്ടതകൾ നിറഞ്ഞതാകാം, ഭയാനകമുള്ളതായിരിക്കാം. പക്ഷെ അവിടെയൊക്കെ നിനക്ക് കൂട്ടിന് നിന്റെ ദൈവമുണ്ട്. നിത്യസഹായകനായി പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് നമ്മുടെ സഹായത്തിൽ, പ്രതികൂലങ്ങളിൽ നമുക്ക് സഹായം തരാൻ വേണ്ടി തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിനെ വിളിച്ച് അവനുമായിട്ടുള്ള നല്ല യാത്ര ആരംഭിക്കാൻ നമുക്ക് പറ്റിയാൽ പാപത്തിന്റെ ഈ വിടുതലുകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞാൽ വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാൻ നമുക്ക് അത് വഴിവെക്കും. നമുക്കറിയാം, ഈശോയ്ക്ക് പോലും ഈ മരുഭൂമി അനുഭവം ഒഴിവാക്കിയില്ല. ഈശോ പോലും അതിലൂടെ കടന്നുപോയി. പക്ഷേ അവിടെയൊക്കെ ദൈവത്തിന്റെ മുൻപിൽ, ഈശോയുടെ മുമ്പിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഉണ്ടായിരുന്നു. അതിനാൽ അവൻ അവിടെ എല്ലാം അതിനെ അതിജീവിച്ച് കടന്നു വരുന്ന കർത്താവിനെ നമുക്ക് കാണാം. നമുക്കും ആ കർത്താവിൻ്റെ പാതയെ അനുഗമിക്കാം. തിന്മയിൽ നിന്ന് വിട്ടകന്ന് മേലിലാ വഴിയിൽ പോകാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടി ശക്തമായ ആശ്രയബോധത്തോടെ വളരാം. ജൂബിലി വർഷത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നു. നമ്മൾ തുടങ്ങാറ് വരമ്പ് കുറിച്ചു കഴിഞ്ഞു. ഈ ജൂബിലി വർഷം നമ്മുടെ കുടുംബങ്ങളുടെയും വ്യക്തി ജീവിതത്തിൻ്റെയും വിശുദ്ധീകരണമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.